ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. FC ബാഴ്സലോണയുടെ ജർമ്മൻ ഗോൾ കീപ്പറായ ടെർ സ്റ്റീഗന്റെ കാര്യത്തിൽ വലിയ രൂപത്തിലുള്ള സംശയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഒഴിവാക്കാൻ ക്ലബ്ബ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം വലിയ സാലറി കൈപ്പറ്റുന്ന ഒരു താരമാണ് ടെർ സ്റ്റീഗൻ. അദ്ദേഹത്തെ ഒഴിവാക്കി കഴിഞ്ഞാലാണ് പുതിയ സൈനിങ്ങുകളെ രജിസ്റ്റർ ചെയ്യാൻ FC ബാഴ്സലോണക്ക് സാധിക്കുകയുള്ളൂ. പക്ഷേ ടെർ സ്റ്റീഗൻ ഇപ്പോൾ ക്ലബ്ബ് വിട്ട് പുറത്തു പോവാൻ ആഗ്രഹിക്കുന്നില്ല, തീരുമാനിച്ചിട്ടില്ല. കാര്യമായ ഓഫറുകൾ അദ്ദേഹത്തിന് വന്നിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഏതായാലും നിലവിൽ ടീമിനകത്തെ മൂന്നാം ഗോൾ കീപ്പർ ആയിക്കൊണ്ടാണ് പലരും അദ്ദേഹത്തെ പരിഗണിക്കുന്നത്. ജോയൻ ഗാർഷ്യ ഫസ്റ്റ് ഗോൾ കീപ്പർ, ഷെസ്നി സെക്കൻഡ് ഗോൾ കീപ്പർ, തേർഡ് ഗോൾ കീപ്പർ ആയിക്കൊണ്ടാണ് ടെർ സ്റ്റീഗനെ ഇപ്പോൾ FC ബാഴ്സലോണ ഉപയോഗപ്പെടുത്തുക എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. ഏതായാലും FC ബാഴ്സലോണയ്ക്ക് വേണ്ടി ഒരുപാട് കാലം കളിച്ചിട്ടുള്ള ഇവാൻ റാക്കിറ്റിച്ച് ഈ വിഷയത്തിൽ തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജോയൻ ഗാർഷ്യയാണോ ടെർ സ്റ്റീഗനാണോ FC ബാഴ്സലോണയ്ക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന ചോദ്യം റാക്കിറ്റിച്ചിനോട് ചോദിച്ചിരുന്നു. അദ്ദേഹം ടെർ സ്റ്റീഗന്റെ പേരാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇവർക്കിടയിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ വളരെ എളുപ്പമാണ്. തീർച്ചയായും ടെർ സ്റ്റീഗൻ എന്നാണ് ഉത്തരം. അദ്ദേഹം ക്യാപ്റ്റനാണ്, എപ്പോഴും ബഹുമാനിക്കപ്പെടുന്ന താരമാണ്. നിലവിൽ യൂറോപ്പിലോ ലോകത്തോ അദ്ദേഹത്തെക്കാൾ മികച്ച ഒരു ഗോൾ കീപ്പറെ ഞാൻ കാണുന്നില്ല. ഇതാണ് ഇവാൻ റാക്കിറ്റിച്ച് പറഞ്ഞിട്ടുള്ളത്. അതായത് റാക്കിറ്റിച്ചിന്റെ അഭിപ്രായത്തിൽ ടെർ സ്റ്റീഗൻ ആണ് ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ എന്നാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്നും മനസ്സിലാകുന്നത്. റാക്കിറ്റിച്ച് ഈയിടെ പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇപ്പോൾ ആ ഒരു റിട്ടയർമെന്റ് ജീവിതത്തിലാണ് അദ്ദേഹം ഉള്ളത്. അതേസമയം ടെർ സ്റ്റീഗൻ സമീപകാലത്ത് ബാഴ്സയ്ക്ക് വേണ്ടി മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ജോയൻ ഗാർഷ്യയെ ക്ലബിന് സൈൻ ചെയ്യേണ്ടി വന്നിട്ടുള്ളതും. ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.